100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ, തലക്കെട്ടുകൾ. തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതിനെ തുടർന്നാണ് വിമാനം നിലത്തിറക്കിയത്. വിമാനത്തിലുണ്ടായിരുന്നത് 5 MPമാർ. എയർ ഇന്ത്യ 2455 വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം രാജ്യം മുഴുവൻ കണ്ടതാണ്. ശകുൻ റാണിയുടെ പേരിൽ 2 വോട്ട് ചെയ്തു. ഇതിന് തെളിവുണ്ടെന്നും KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ക്രമക്കേട് ആരോപണം നാടകമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് അറിവില്ലായിരിക്കും. കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്നും രാജീവ് ചന്ദ്രശേഖർ. തൃശൂരിലെ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഠനം നടത്തി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കണമായിരുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. ഇപ്പോഴത്തെ ആരോപണം കാപട്യമെന്നും അനൂപ് ആന്റണി. വോട്ട് കവർച്ചയെക്കുറിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലുകൾ സ്ഫോടനാത്മകമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. 30,000-ലധികം വോട്ടുകളാണ് തൃശൂരിൽ ചേർത്തത്. വ്യാജ മേൽവിലാസങ്ങൾ നൽകിയാണ് ഇവ ചേർത്തതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും MA ബേബി. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് നേരെ വീണ്ടും ബജ്രംഗ് ദൾ ആക്രമണം. റായ്പൂരിൽ പ്രാർത്ഥനയ്ക്കെത്തിയവരെ മർദ്ദിച്ചതായി പാസ്റ്റർ. ഒഡീഷയിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും കയ്യേറ്റം ചെയ്തതിൽ വിചിത്രവാദവുമായി ബജ്രംഗ് ദൾ. കയ്യിൽ ബൈബിൾ കണ്ടതാണ് മതപരിവർത്തനത്തിന്റെ തെളിവെന്ന് അക്രമി സംഘത്തെ നയിച്ച ജ്യോതിർമയി നന്ദ 24നോട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ മോചനത്തിന് സുരേഷ് ഗോപി ഇടപെട്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. ആരോപണങ്ങൾക്ക് സുരേഷ് ഗോപി മറുപടി പറയുമെന്നും അനൂപ് ആന്റണി. ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ വളർച്ചയിൽ ഒരു സർവാധികാരിക്ക് അസൂയെന്ന് വിമർശനം. ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാൻ കഴിയില്ല എന്നും രാജ്നാഥ് സിംഗ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ അധിക തീരുവ ചുമത്തിയേക്കുമെന്ന് സൂചന. സംസ്ഥാനത്ത് മദ്യം ഡോർ ഡെലിവറിയാക്കാൻ നീക്കം. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സജ്ജമെന്ന് ബെവ്കോ MD സർക്കാരിന് കത്ത് നൽകി. ശുപാർശയിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. വിതരണത്തിന് താൽപര്യമറിയിച്ച് സ്വിഗ്ഗി ഉൾപ്പെടെ വിവിധ കമ്പനികൾ. ഓൺലൈൻ മദ്യവിതരണത്തിൽ നിന്ന് ബെവ്കോ പിന്മാറണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സർക്കാരിന് വരുമാനം കിട്ടാനുള്ള ലക്ഷ്യമാണിതെന്നും തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും KC വേണുഗോപാൽ. ഓൺലൈൻ മദ്യവിതരണത്തിൽ നിന്ന് ബെവ്കോ പിന്മാറണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാർ തീരുമാനം തെറ്റാണ്. മദ്യവ്യാപനം തടയാനാണ് സർക്കാർ മുൻകൈയെടുക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല. ഓൺലൈൻ മദ്യവിതരണത്തിനെതിരെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും KCBCയും രംഗത്ത്. നടപടി മദ്യത്തിനും ലഹരിക്കുമെതിരായ ബോധവൽക്കരണ പരിപാടിക്ക് തുരങ്കം വെക്കുന്നതാണെന്ന് വിമർശനം. KPCC പുനഃസംഘടനയിൽ പാർട്ടിക്ക് ഒരു തിരക്കുമില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. എല്ലാ നേതാക്കളുമായും ചർച്ച നടത്തുമെന്നും സണ്ണി ജോസഫ്. ഇന്ത്യക്കെതിരെ പ്രകോപന പരാമർശവുമായി പാക് പട്ടാള മേധാവി അസിം മുനീർ. സിന്ധു നദിയിൽ ഇന്ത്യ ഡാം പണിതാൽ തകർക്കുമെന്നും സിന്ധു നദി ഇന്ത്യയുടെ കുത്തകയല്ല എന്നും അസിം മുനീർ പറഞ്ഞു. ആണവായുധ രാജ്യമായ പാകിസ്ഥാൻ തകരുകയാണെന്ന് തോന്നിയാൽ ലോകത്തെ പകുതി രാജ്യങ്ങളെയും തകർക്കുമെന്നും ഭീഷണി. ലഹരിക്കെതിരെ 24ന്റെ തീവ്രയജ്ഞം ജ്യോതിർഗമയ തുടരുന്നു. SKN40 രണ്ടാം ഘട്ടം മാതൃകാപരമായ മാധ്യമ ഇടപെടലെന്ന് രമേശ് ചെന്നിത്തല. സർക്കാർ കാര്യക്ഷമമായി ഇടപെടണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ്. ജ്യോതിർഗമയയ്ക്ക് ആശംസകൾ നേർന്ന് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും ടിനി ടോമും. മിന്നൽ പ്രളയത്തിൽ തകർന്ന ധരാലിയിലെ നേർക്കാഴ്ചകളുമായി 24 വാർത്താ സംഘം. 24 സംഘം ധരാലിയിലെത്തിയത് 30 കിലോമീറ്റർ നീണ്ട സാഹസിക യാത്രയ്ക്കൊടുവിൽ. ദുരന്തഭൂമിയിൽ ദൗത്യം തുടർന്ന് NDRF ഉൾപ്പെടെ വിവിധ സംഘങ്ങൾ. ഗംഗോത്രിയിലേക്കുള്ള റോഡ് നിർമ്മിക്കാൻ തീവ്ര ശ്രമം തുടരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടി. ജയിൽ DIGയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 3 മൊബൈൽ ഫോണുകൾ. കേസെടുത്ത കണ്ണൂർ ടൗൺ പോലീസ്. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയെന്ന അന്വേഷണത്തിൽ കണ്ടെത്തൽ.
കണ്ണൂർ സെൻട്രൽ ജയിലിലെ 16 തടവുകാരെ ചോദ്യം ചെയ്തു. കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കേസിൽ ആരോപണ വിധേയനായ ഭർത്താവ് സതീഷ് പിടിയിൽ. മുൻകൂർ ജാമ്യമുള്ളതിനാൽ സതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. സതീഷ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയത് കൊല്ലം ജില്ലാ കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ. ഇടുക്കി മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം പുറത്തേക്കൊഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ. രോഗികൾ ഉൾപ്പെടെ അത്യാഹിത വിഭാഗത്തിലേക്ക് നടന്നു കയറുന്നത് മലിനജലത്തിൽ ചവിട്ടി. വാർത്ത പുറത്തുവിട്ടത് 24. സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാത്തതാണ് പ്രതിസന്ധിയെന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. തൃശൂർ കുന്നംകുളത്ത് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും കാർ യാത്രികയും. തിരുവനന്തപുരത്ത് നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി 4 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിന് കാരണമായത് ഡ്രൈവറുടെ പരിചയക്കുറവ്. തിരുവനന്തപുരത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ മൈലോട്ടുമുഴി സ്വദേശി ബിജുവിനെ കണ്ടെത്തി. ബിജുവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കി നെടുമങ്ങാട് ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് വിവരം. ലക്ഷദ്വീപിൽ അവശ്യവസ്തുക്കൾക്ക് ക്ഷാമം. കവരത്തി ഉൾപ്പെടെ പ്രധാന ദ്വീപുകളിൽ കടകളിൽ ഗോതമ്പും പയർവർഗ്ഗങ്ങളും പഞ്ചസാരയും കിട്ടാനില്ല. പ്രതിസന്ധി രൂക്ഷമായത് ദ്വീപിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്ന കപ്പലുകളുടെയും ബാർജുകളുടെയും എണ്ണം കുറച്ചത്. തിരുവനന്തപുരം വർക്കലയിൽ എക്സൈസ് ഇൻസ്പെക്ടറെ സഹപ്രവർത്തകൻ മർദ്ദിച്ചതായി പരാതി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ജസിൻ മദ്യപിച്ചെത്തിയാണ് ഇൻസ്പെക്ടറായ സൂര്യനാരായണനെ മർദ്ദിച്ചത്. സൂര്യനാരായണന്റെ പരാതിയിൽ ജസിനെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് നഗരമധ്യത്തിൽ CBI ഉദ്യോഗസ്ഥ ചമഞ്ഞ് തട്ടിപ്പെന്ന് പരാതി. ബ്യൂട്ടി പാർലർ ഉടമ സരിതയാണ് പോലീസിൽ പരാതി നൽകിയത്. ഡൽഹി CBIയിലെ ഉദ്യോഗസ്ഥ ചമഞ്ഞെത്തിയ സ്ത്രീ ഹെയർ ട്രീറ്റ്മെന്റിന് പണം നൽകിയില്ല. 7500 രൂപയാണ് പറ്റിച്ചതെന്ന് പരാതി. പാലക്കാട് ആലത്തൂരിൽ മാലമോഷണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥൻ പിടിയിൽ. എയ്ഡഡ് സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റ് സമ്പത്താണ് പിടിയിലായത്. തൊഴിലുറപ്പ് തൊഴിലാളിയായ സ്ത്രീയുടെ മാലയാണ് ഇയാൾ കവർന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാന്ദ്ര തോമസിനെതിരെ നടൻ വിജയ് ബാബു. ഫ്രൈഡേ ഫിലിം പ്രൊഡക്ഷൻസിന്റെ പേരിൽ മത്സരിക്കണമെന്ന് സാന്ദ്ര വാശി പിടിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നും സ്വന്തം സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് വേണം സംഘടനാ തലപ്പത്തേക്ക് മത്സരിക്കാൻ എന്നുമാണ് വിജയ് ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോഴിക്കോട് നടക്കുന്ന റീജിയണൽ ചലച്ചിത്രമേളയ്ക്കെതിരെ നടൻ ജോയ് മാത്യു. ഒരു പ്രത്യേക പാർട്ടിയുടെ ആളുകളാണ് ചലച്ചിത്രമേള നയിക്കുന്നത്. ആ പാർട്ടിക്ക് താൻ അനഭിമതനാണ്. അതുകൊണ്ട് മേളയ്ക്ക് ക്ഷണിച്ചില്ല എന്നും വിമർശനം. ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 3.5 മാസം കൊണ്ട് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. 20 ലക്ഷം രൂപയുടെ വീടാണ് നിർമ്മിച്ചു നൽകുകയെന്നും മന്ത്രി. രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രൗഢ് കേരള സന്ദേശ പ്രചാരണ യാത്രയെ അഭിനന്ദിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും CPIM നേതാവ് ജി സുധാകരനും. രമേശ് ചെന്നിത്തലയുടേത് കാലഘട്ടത്തിന് അനുയോജ്യമായ പ്രചാരണ പരിപാടിയെന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണെന്നും ജി സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. കാസർഗോഡ് ചൌക്കിയിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് 17 പേർക്ക് പരിക്ക്. ദേശീയപാത 66-ലാണ് അപകടം. പരിക്കേറ്റവരെ കുമ്പള സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം ആറ്റിങ്ങൽ കോരാണിയിൽ വീടിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോരാണി ശോഭന വിലാസത്തിൽ ഗിരിദാസാണ് മരിച്ചത്. വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം. പാലക്കാട് കൽപ്പാത്തിയിൽ കത്തിക്കുത്ത്. പെൺസുഹൃത്തിനെ ശല്യം ചെയ്തെന്നാരോപിച്ച ആൺസുഹൃത്തും കൂട്ടുകാരും 4 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരം. പ്രതികൾ പുതുപ്പരിയാരം സ്വദേശികൾ. കൊച്ചിയിൽ മെട്രോ സ്റ്റേഷന് മുന്നിൽ കത്തിക്കുത്ത്. കലൂർ മെട്രോ സ്റ്റേഷന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ തൃശൂർ സ്വദേശിനിക്ക് നെഞ്ചിന് കുത്തേറ്റു. അക്രമി രക്ഷപ്പെട്ടു. പത്തനംതിട്ട സീതത്തോട്ടിൽ കാറിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട മൈലപ്രയിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് സ്കൂട്ടർ യാത്രക്കാരനായ ഷൺമുഖം. ആലുവ തോട്ടുമുഖത്ത് 17 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായത് 3 മുർഷിദാബാദ് സ്വദേശികൾ. ആലുവ തുരുത്തിൽ കല്യാണ വീട്ടിലെ പരിപാടിക്കിടെ മുസ്ലിം ലീഗ് നേതാവ് കുഴഞ്ഞു വീണ് മരിച്ചു. എടയപ്പുറം സ്വദേശി MM അലിയാണ് മരിച്ചത്. പാലക്കാട് അട്ടപ്പാടിയിൽ RRT സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം. പുളിയപ്പതി ഭാഗത്താണ് വനംവകുപ്പ് വാഹനത്തിന് നേരെ ആന പാഞ്ഞെടുത്തത്. ആക്രമണത്തിൽ വാഹനത്തിന് കേടുപാടുണ്ടായി. കോഴിക്കോട് മുക്കത്തിന് സമീപം കടയുടെ പൂട്ട് തകർത്ത് മോഷണം. അഗസ്ത്യാമൊഴി അങ്ങാടിയിലെ അബി സ്റ്റോറിലാണ് പുലർച്ചെ മോഷണം നടന്നത്.
മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ബസ്സിന് തീപിടിച്ചു. പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന സന ബസ്സാണ് കത്തിയത്. ഡേറ്റിംഗ് ആപ്പ് വഴി കുടുക്കി തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സംഭവത്തിൽ 4 പേർ പിടിയിൽ. പെൺകുട്ടി എന്ന വ്യാജേന പരിചയപ്പെടുകയും ശേഷം കാറിൽ കടത്തിക്കൊണ്ടുപോവുകയുമായിരുന്നു. തിരുവനന്തപുരം തുമ്പയ്ക്ക് സമീപം വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കണ്ണാന്തുറ തീരത്താണ് അലക്സ് പെരേരയുടെ മൃതദേഹം കണ്ടെത്തിയത്. കഞ്ചിക്കോട് വ്യവസായശാലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. ഗാഷ സ്റ്റീൽസ് എന്ന കമ്പനിയിലാണ് മലമ്പാമ്പിനെ കണ്ടത്. എറണാകുളം പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അസം സ്വദേശി ജാഹിർ അലിയാണ് മരിച്ചത്. സ്വകാര്യ മരം മില്ലിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കൊല്ലം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ GNM കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20. പത്തനംതിട്ട മുട്ടത്തുകോണം SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ കണക്ക് വിഷയത്തിലേക്ക് അധ്യാപക ഒഴിവ്. ഇന്റർവ്യൂ ഈ മാസം 25. പന്തളം നഗരസഭയുടെയും തോന്നല്ലൂർ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ മികച്ച കർഷകരെ ആദരിക്കുന്നു. താൽപ്പര്യമുള്ള കർഷകർക്ക് ഈ മാസം 12 അപേക്ഷ നൽകാം. കോട്ടയം പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ MCA, MTech, BTech ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടക്കും. അഡ്മിഷൻ നടക്കുക ഈ മാസം 12. എറണാകുളം തൃക്കാക്കര ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ BTech സീറ്റിലേക്ക് ഒഴിവ്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എറണാകുളം തൃക്കാക്കര ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഡെമോൺസ്ട്രേറ്ററുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 12. കോതമംഗലം പോത്താനിക്കാട് പഞ്ചായത്തിന്റെ ഔദ്യോഗിക ആവശ്യത്തിന് കാർ, ജീപ്പ് എന്നിവ വാടകയ്ക്ക് ആവശ്യമുണ്ട്. ഈ മാസം 13 മുമ്പ് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണം. തൃശൂർ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ നടക്കും. തൃശൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. ഒഴിവ് ഇക്കണോമിക്സ് വിഷയത്തിലേക്ക്. അഭിമുഖം ഈ മാസം 25. നോക്കാമിന് ദേശീയ വാർത്തകൾ. ജമ്മുകശ്മീരിൽ സേനയുടെ ഭീകരവിരുദ്ധ ദൗത്യം ഓപ്പറേഷൻ അഖാൽ 10 ദിവസം പിന്നിട്ടു. സൈന്യം വധിച്ച ഒരു ഭീകരന്റെ മൃതദേഹം കണ്ടെത്തി. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അർഹരായ ആരെയും ഒഴിവാക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി കമ്മീഷൻ അയച്ച നോട്ടീസിനുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് വിശദീകരണം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗിന്റെ വെളിപ്പെടുത്തലിൽ ചോദ്യങ്ങളുമായി കോൺഗ്രസ്. സൈനിക നടപടിയിൽ ഇത്രയേറെ മുന്നിലായിരുന്നെങ്കിൽ ആരുടെ സമ്മർദ്ദത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര. റെക്കോർഡ് നേട്ടവുമായി ഡൽഹി മെട്രോ. വ്യാഴാഴ്ച മാത്രം ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്തത് 81 ലക്ഷം പേർ. 2024 78 ലക്ഷം പ്രതിദിന യാത്രക്കാരെന്ന റെക്കോർഡാണ് തിരുത്തിയത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണവുമായി NCP അധ്യക്ഷൻ ശരത് പവാർ. മഹാരാഷ്ട്രയിൽ 160 സീറ്റ് വാഗ്ദാനം ചെയ്ത് 2 പേർ സമീപിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. വാഗ്ദാനം രാഹുൽ ഗാന്ധിയും താനും നിരസിച്ചെന്നും വെളിപ്പെടുത്തൽ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിർമ്മാണത്തിനിടെ ക്ഷേത്ര ഗേറ്റ് തകർന്നു വീണ് 17 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരം. കോയമ്പത്തൂർ മേട്ടുപ്പാളയത്ത് ബാഹുബലി എന്ന കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി. കാട്ടാനയുടെ ദൃശ്യങ്ങൾ 24-ന്. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന വേണമെന്ന ആവശ്യം ശക്തമാക്കി. കാണാതായ അനന്യ ഭട്ടിന്റെ അമ്മ സൗജന്യ ഭട്ട്. പരിശോധനാ രീതി മാറ്റിയില്ലെങ്കിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കില്ല എന്നും സൗജന്യ ഭട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ നാളെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തമിഴ്നാട് കോൺഗ്രസ്. സൈതാപ്പെട്ടിൽ വൈകിട്ട് 4 മണിക്കാണ് പ്രതിഷേധം നടക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റാണെന്ന് തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ സെൽവ പെന്തരുഗെ. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ഉത്തരം നൽകണമെന്ന് ആദിത്യ താക്കറെ. ലോകം മുഴുവൻ ഇന്ത്യയെ വീക്ഷിക്കുന്നുവെന്ന് ആദിത്യ താക്കറെ. തെലങ്കാനയിൽ ഓഗസ്റ്റ് 17 വരെ കനത്ത മഴയ്ക്ക് സാധ്യത. മുന്നൊരുക്കവുമായി സംസ്ഥാന സർക്കാർ. പ്രളയമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ പട്ടിണി മരണം കൂടുന്നു. പട്ടിണിയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 217 ഇറാഖിൽ ക്ലോറിൻ വാതക ചോർച്ചയെ തുടർന്ന് 600-ലധികം ഷിയ തീർത്ഥാടകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
സിസിലിയിൽ നിന്ന് ഇറ്റലിയിലേക്ക് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതിക്കെതിരെ പ്രതിഷേധം. ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഭൂകമ്പ ഭീഷണി, പാരിസ്ഥിതിക ആഘാതം തുടങ്ങിയവ ഉയർത്തിയാണ് പ്രതിഷേധം. പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ നിരോധിക്കാനുള്ള യുകെയുടെ തീരുമാനത്തിൽ പ്രതിഷേധം. 466-ലധികം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ്. 2026 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരുന്നു പ്രസ്താവന. അമേരിക്കൻ സന്ദർശനം നടത്തി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ രാഷ്ട്രീയ സൈനിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യയിലേക്ക് യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു മരണം. 121 യുക്രൈനിയൻ ഡ്രോണുകൾ റഷ്യ തകർത്തതായി റിപ്പോർട്ടുകൾ. അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ പാകിസ്ഥാൻ സന്ദർശനം റദ്ദാക്കി. UN സുരക്ഷാ കൗൺസിലിന്റെ യാത്രാവിലക്കിനെ തുടർന്നാണ് സന്ദർശനം റദ്ദാക്കിയത്. ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കിൽ കുറവ് രേഖപ്പെടുത്തി ICICI ബാങ്ക്. കൊഴിഞ്ഞുപോകൽ നിരക്ക് 2024 സാമ്പത്തിക വർഷത്തിൽ 24.5%. 2025 സാമ്പത്തിക വർഷത്തിൽ 18% കുറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനമായ NBCCയുടെ അറ്റാദായത്തിൽ ഉയർച്ച രേഖപ്പെടുത്തി. അറ്റാദായം 26% ഉയർന്ന് 135 കോടിയിലെത്തി. കായിക വാർത്തകൾ. അണ്ടർ-20 വനിതാ ഏഷ്യ കപ്പിന് യോഗ്യത നേടി ടീം ഇന്ത്യ. 20 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ യോഗ്യത നേടുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ജയം. 17 റൺസിനാണ് ഓസ്ട്രേലിയയുടെ വിജയം. സഞ്ജു സാംസനെ കൈവിട്ട് കളയുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് രാജസ്ഥാൻ റോയൽസിന് മുന്നറിയിപ്പുമായി മുൻ ഇന്ത്യൻ താരം ശ്രീകാന്ത്. പുതിയ സീസണിന് മുന്നോടിയായി സഞ്ജുവിനെ റിലീസ് ചെയ്യാൻ പദ്ധതിയുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാകും നല്ലതെന്ന് പ്രതികരണം. സൂപ്പർ താരം രവിചന്ദ്ര അശ്വിൻ ചെന്നൈ സൂപ്പർ കിങ്സ് വിടാനൊരുങ്ങുന്നുവെന്ന വാർത്തകളോട് പ്രതികരിച്ച് മുൻ ഇന്ത്യൻ താരം ശ്രീകാന്ത്. ഇതിഹാസ താരമാണ് എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ചെന്നൈ സൂപ്പർ കിങ്സിന് നിലനിർത്താൻ സാധിക്കില്ല എന്നാണ് ശ്രീകാന്തിന്റെ അഭിപ്രായം. ഫലസ്തീൻ പെലെ എന്നറിയപ്പെടുന്ന സുലൈമാൻ അൽ ഉബൈദിയുടെ മരണത്തിൽ യുവേഫയെ വിമർശിച്ച് ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരം മുഹമ്മദ് സല. മരണത്തിൽ അനുശോചനവുമായി എത്തിയ യുവേഫയുടെ പോസ്റ്റ് പങ്കുവച്ചാണ് വിമർശനം. ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇന്ത്യ അടുത്ത വീരേന്ദ്ര സെവാഗിനെ കണ്ടെത്തിക്കഴിഞ്ഞെന്ന് മുൻ ഓസ്ട്രേലിയൻ താരം മൈക്കിൾ ക്ലാർക്ക്. ഇന്ത്യയുടെ യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാളിനെയാണ് ക്ലാർക്ക് ഇന്ത്യയുടെ പുതിയ സേവാഗായി വിശേഷിപ്പിച്ചത്. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള സെൽഫി പങ്കുവെച്ച് നടി അഹാന കൃഷ്ണ. യാത്രക്കിടെയുള്ള അപ്രതീക്ഷിത സെൽഫിയാണ് അഹാന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഗുജറാത്തി ഭാഷയിൽ മലയാള സിനിമയുമായി ഗുരുവായൂർ സ്വദേശി ഗംഗാ പ്രസാദ്. പരസ്യചിത്ര സംവിധായകനിൽ നിന്ന് ചെല്ലോ ജവാബ് എന്ന സിനിമയുമായി എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് താനെന്ന് ഗംഗാ പ്രസാദ്. ഓടും കുതിര ചാടും കുതിര ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. ദ കേസ് ഡയറി എന്ന ചിത്രം അടുത്ത മാസം 21 തിയേറ്ററുകളിലേക്ക്. ചിത്രത്തിൽ നായകനായി എത്തുന്നത് അഷ്കർ സൗദാനാണ്. മലയാള ചിത്രം ഹാലിന്റെ റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ പുറത്ത്. ചിത്രം ഈ മാസം 12 തിയേറ്ററുകളിലെത്തും. നാനി നായകനാകുന്ന പാരഡൈസ് എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പോസ്റ്റർ പുറത്ത്. ജഡൽ എന്ന കഥാപാത്രമായി തിയേറ്ററിൽ നിറഞ്ഞാടാൻ തയ്യാറെടുക്കുകയാണ് താരം. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പൗരന്മാർക്ക് 5000 രൂപ നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജം. ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യേണ്ട ലിങ്ക് സഹിതമാണ് വാർത്ത പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട യുവതിയുടെ മാതാവിനെ ആക്രമിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് നീക്കം. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ മനോജ് വർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭോപ്പാലിലെ ഹമീദിയ ഹോസ്പിറ്റലിന്റെ പേര് മാറ്റുന്നു. ഭോപ്പാൽ മുനിസിപ്പൽ കോർപ്പറേഷനാണ് പ്രമേയം പാസാക്കിയത്. യുപിയിലെ ജഗദീഷ്പുരിൽ ഭർത്താവിന്റെ ജനനേന്ദ്രിയം മുറിച്ചുമാറ്റി ഭാര്യ. കുട്ടികളുണ്ടാകാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. യുപിയിലെ മെയിൻപുരിയിൽ കൂൺ കോൾഡ് സ്റ്റോറേജിൽ തീപിടുത്തം. തീപിടുത്തത്തിന്റെ കാരണം അവ്യക്തം. നോക്കാം ഇപ്പോൾ കിട്ടിയ വാർത്തകൾ.
UK-യുടെ യുദ്ധവിമാനം F-35B വീണ്ടും അടിയന്തര ലാൻഡിംഗ് നടത്തി. സാങ്കേതിക തകരാറിനെ തുടർന്ന് ജപ്പാനിലെ കഗോഷിമയിലാണ് ലാൻഡിംഗ് നടത്തിയത്. ഗസയുടെ പല പ്രശ്നങ്ങൾക്കും കാരണം ഹമാസ് ആണെന്ന വാദവുമായി ബെഞ്ചമിൻ നെതന്യാഹു. ഗസ പിടിച്ചെടുക്കുകയല്ല, മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും നെതന്യാഹു. ഗസ സിറ്റി ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. ഇസ്രായേലി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.